കാസർഗോഡ് പടന്നക്കാട് നേരത്തെ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ നൽകിയിരുന്നു. അതിലേറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നത് ആ കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നു എന്നത് മെഡിക്കൽ റിപ്പോർട്ടിലൂടെയാണ് സ്ഥിരീകരിക്കുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് 10 വയസ്സുള്ള പെൺകുട്ടി. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ അരുൺ ആ വിവരം നൽകിയതാണ്, അതായത് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കൊരു മൊഴിയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അത് മെഡിക്കൽ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണോ? കൂടുതലായി എന്താണ് നമുക്കറിയാൻ കഴിഞ്ഞത്? അനുജ, ഡോക്ടർമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. പടന്നക്കാട് പെൺകുട്ടിക്ക് നേരെ നടന്നത് ലൈംഗികാതിക്രമം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത് സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു പറയുന്നത്. കാരണം ഈ പെൺകുട്ടിയെ പുലർച്ചെ 2:30 വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. അതിനുശേഷം കുട്ടിയെ 4:45 തൊട്ടടുത്തുള്ള ഞാണിക്കടവ് വയൽ പ്രദേശത്ത് വെച്ച് കുട്ടിയെ ഉപേക്ഷിക്കുന്നത്. ആ സമയത്ത് ഈ വയലിൽ വെച്ച്, അതായത് പാടശേഖരത്തിൽ വെച്ച് പ്രതി മുഖംമൂടി ധരിച്ച ഒരാൾ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് തൊട്ടടുത്ത് ആദ്യം കണ്ട ഒരു യുവതിയോട് ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. കുട്ടിയുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലുമൊക്കെ മുറിവേറ്റിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. കുട്ടി ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുജ, കാസർഗോഡ് പടന്നക്കാട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിലാണ് ഇവിടെ പെൺകുട്ടിക്ക് ലൈംഗികാതിക്രമം നേരിട്ടുണ്ട് എന്നത് മെഡിക്കൽ റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കുന്നത്.